നിങ്ങൾ കേട്ടിട്ടില്ലേ, ചില ആൾക്കാരുടെ പ്രൊഫഷൻ വേറെ ആണെങ്കിലും അവരുടെ പാഷൻ വേറെ പല ഇതായിരിക്കും. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നിയൊരു പാഷൻ, അതായത് പണ്ടെൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, പക്ഷെ അതങ്ങ് പുറത്തെടുത്തിട്ടില്ല. പക്ഷെ ഇവിടെ നമ്മൾ നമ്മുടെ വീടും കൂട്ടുകാരൊക്കെ വിട്ടിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു സ്ഥലത്ത് പുതിയൊരു ജോലിക്ക് വേണ്ടി വരുമ്പം നമ്മൾ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമുക്കിങ്ങനെ പല ആലോചനകളും ചിന്തകളൊക്കെ വരും, സ്വാഭാവികം. അപ്പോൾ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് നമ്മൾ സമയം കളയുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണ് നമ്മൾ ഇതുപോലത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞാൻ ചെയ്യാൻ തുടങ്ങിയതാണ് ഈ പൂവ് ഉണ്ടാക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂവ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആദ്യമൊക്കെ ചുമ്മാ ഓരോ വീഡിയോസൊക്കെ കണ്ടിങ്ങനെ ഉണ്ടാക്കി നോക്കി. എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഞാനിതിങ്ങനെ സ്റ്റോറി ഇടും. സ്റ്റോറി ഇട്ട് കഴിയുമ്പോൾ ആൾക്കാർ പറയും നല്ല രസമുണ്ടെന്ന്. അപ്പം അങ്ങനെ തുടങ്ങുമ്പം ഞാൻ അങ്ങനെ എൻ്റെ ഒരു കുഞ്ഞു പേജ് തുടങ്ങി. പിന്നെ ഞാനതിൽ ഡെയിലി വീഡിയോസ് ഇടാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കിട്ടണ ആ ഫ്രീ ടൈമിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ചെയ്യുമ്പം നമുക്ക് ഓൾറെഡി നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ടയേർഡായിരിക്കും. നമുക്ക് ഇത് ചെയ്യാനിരിക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മണിക്കൂറുകളെടുക്കും. പക്ഷേ ഞാൻ ഇതിലിരിക്കുന്ന സമയത്ത് എനിക്ക് ആ സ്ട്രെസ്സും ഒന്നും തോന്നില്ല. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഫൈനൽ റിസൾട്ടും കൂടെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാവും. ഇത് ഞാനാണോ ചെയ്തത്, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് തന്നെ നമ്മളോട് തന്നെ ഒരു സെൽഫ് റെസ്പെക്റ്റും എന്തോ ഭയങ്കര ഹാപ്പിനെസ്സാണ് നമുക്കത് കാണുമ്പോൾ. അങ്ങനെ ഞാൻ എൻ്റെ പേജൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് അത്യാവശ്യം ഒരു 5-6 ഓർഡറൊക്കെ കിട്ടിത്തുടങ്ങി. അങ്ങനെ കിട്ടിയൊരു ഓർഡറാണിത്. അപ്പം ഇത് റെഡ് കളറിൽ ചെയ്യാനായിരുന്നു കസ്റ്റമർ പറഞ്ഞത്. അപ്പം നമ്മളിതിങ്ങനെ ചെയ്ത് വന്നപ്പം നല്ല ഭംഗിയുള്ള റെഡ് കളർ റോസസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ ഏകദേശം ഇത്രയും പൂവ് റെഡിയാക്കി എടുത്തു. ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാർട്ടാണ്, അതായത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഗിൽറ്റർ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ റെഡ് കളറും പിന്നെ ഗോൾഡൻ കളറും മിക്സ് ചെയ്തിട്ടുള്ള ഗിൽറ്ററാണ് എടുക്കുന്നത്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ ഈ ചുമ്മാ കളയുന്ന ടൈമിൽ നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ എത്ര നല്ലതാണ്. നമ്മൾ ഭംഗിയുള്ള ഓരോ കാര്യങ്ങളല്ലേ നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം അത് നമുക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാം, അത് ഇഷ്ടപ്പെടാതിരിക്കാം. പക്ഷേ അതിൻ്റെ അകത്തുള്ള മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ ഹാപ്പിയാന്നുള്ളതാണ്. നമ്മൾ ഈ ടൈം കളയുന്നത് നമ്മൾ ഹാപ്പി ആണെങ്കിൽ നമ്മൾ പിന്നെ വേറെ ആര് പറയുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇതാ 30 പൂവും ഇതുപോലെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. സൺലൈറ്റിൽ ഇത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇനി അടുത്ത റാപ്പിംഗ് ആണ് ചെയ്യേണ്ടത് നമുക്ക്. ഇപ്പോൾ ഒന്ന് നോക്കിക്കേ, ഞാൻ ആ സമയത്ത് ഓവർ തിങ്ക് ചെയ്തിരുന്നെങ്കിൽ ഞാൻ എവിടെയെങ്കിലും കാട് കയറിപ്പോയേനെ. ഇപ്പം അതൊന്നും ഇല്ലാണ്ട് നമ്മുടെ കയ്യിൽ എന്താ നല്ല ഭംഗിയുള്ള റോസ് ആയിരിക്കുന്നത്. അപ്പം ആ സമയം നമുക്ക് ഇങ്ങനെയും ഉപയോഗിക്കാം. അപ്പം മറക്കണ്ട, DM ഫോർ ഓർഡേഴ്സ്.